നെഞ്ചോട് ചേർത്ത് ഭാഗം 7. പറ്റിപ്പോയി. അപ്പോഴത്തെ ടെൻഷനിൽ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ക്ഷമിക്ക്. ഇടറി പറയുന്നവനെ നോക്കാനാവാതെ സൈനയുടെ മിഴികൾ പേമാരിയായി പെയ്തു. കരച്ചിൽ അടക്കാനാവാതെ അവൾ തളർച്ചയോടെ നിലത്തേക്ക് ഊർന്നു വീണു. ഇരു കൈകളിലായി മുജീബ് അവളെ താങ്ങി നെഞ്ചോട് ചേർത്തു. മുജീബിന്റെ പിടുത്തം പിടിവിക്കാനായി കുതിർന്നവളെ ശക്തിയോടെ ചേർത്ത് പിടിച്ചു മുജീബ് മുറിയിലേക്ക് കൊണ്ടുപോയി. ബെഡിൽ അവളെ ഇരുത്തി. അവൾക്ക് മുമ്പിലായി നിലത്ത് മുട്ടുകുത്തിയിരുന്നു മുജീബ്. സൈന അങ്ങേയറ്റം മൃദുലമായ ശബ്ദത്തോടെ വിളിച്ചു. ഇനിയൊന്നും ഉണ്ടാവില്ല, നല്ല കുട്ടിയല്ലേ, കരയല്ലേ സൈന. അവന്റെ സ്വരത്തിൽ യാചന കലർന്നു. വേണ്ട, എന്നെ വേണ്ടല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങള്. മുഖം പൊത്തി ഏങ്ങലടിച്ചു പറയുന്നവൾ. ഇറ്റി വീഴുന്ന മിഴിനീർ തുള്ളികൾ അവന്റെ നെഞ്ചിനെ പൊള്ളിച്ചു. ബലം പിടിച്ച് ആ കൈകൾ മാറ്റി. ചെന്താമര പോലെ ചുവന്ന കണ്ണുകളും മുഖവും. എനിക്ക് വേണ്ടേ സൈന, എനിക്കെന്നും വേണം. എനിക്ക് മാത്രമല്ല, നമ്മുടെ മോൾക്കും വേണം സൈനയെ. അരുമയായ മുഖം കൈകളിൽ എടുത്തു മുജീബ്. രണ്ടാളുടെയും മിഴികൾ ഒന്നിച്ചൊഴുകി. പുറത്ത് വാനവും സന്തോഷ കണ്ണീർ പൊഴിച്ചു. നല്ല മഴ പെയ്യുന്നു പുറത്ത്. രാത്രി ഉമ്മയുടെ മുറിയിലെത്തിയ സൈനയെ അവരോടിച്ചു വിട്ടു. ഇന്ന് സ്കൂൾ വിടുന്ന സമയം നോക്കി എളാപ്പാന്റെ വീട്ടിലേക്ക് മനഃപൂർവ്വം പോയത് തന്നെയാണ് ഉമ്മ. അവര് തമ്മില് എന്തേലും മിണ്ടി പറഞ്ഞ് നന്നാവട്ടെ എന്ന് കരുതി. അതേതായാലും കാര്യത്തിലായി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു ഉമ്മ. സൈന എങ്ങനെ മുറിയിലേക്ക് കയറി ചെല്ലുമെന്നോർത്ത് ഹാളിലെ സോഫയിൽ വായിച്ച പത്രം വീണ്ടും വീണ്ടും വായിച്ചിരുന്നു. നല്ല മഴയുണ്ട്, കൂടെ ഇടിയും മിന്നലും. റബ്ബേ, പേടിച്ചിട്ടാണേല് ഭയ്യതാനും. എന്തു ചെയ്യും? കർട്ടനുണ്ടേലും മിന്നല് ജനൽ ചില്ലിൽ ചിത്രം വരക്കുന്നു. പേടിയോടെ കൂനിക്കൂടിയിരുന്നവൾ. എത്ര തവണ വായിച്ചു പത്രം. മുമ്പില് മുജീബിനെ കണ്ടു. അല്ല, പത്രം വായിച്ചു കഴിഞ്ഞോ? ഒരു കുഞ്ഞു ചിരിയോടെ ചോദിക്കുന്നവനെ നോക്കി അവൾ എഴുന്നേറ്റു. വന്ന് കിടക്ക്. മുജീബിനോടൊപ്പം മുറിയിലേക്ക് വിറയലോടെയാണ് സൈന കയറിയത്. മുമ്പ് ഇവിടെ കിടന്നത് പോലെയല്ല, ഇന്നെന്തോ ആകെ ഒരു ബേജാറ്. ഞാനിപ്പോ വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മുജീബ് ബാത്റൂമിലേക്ക് കയറി. ഓ, അവളൊന്ന് ദീർഘനിശ്വാസം അയച്ചു. മോളുടെ അപ്പുറത്തായി ചുമരിനോട് പറ്റിച്ചീർന്ന് കിടന്നു സൈന. പൊന്നൂസിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. പുതപ്പെടുത്ത് കഴുത്തറ്റം മൂടി മോളെയും കെട്ടിപ്പിടിച്ച് കിടന്നു. ഉറക്കം വരുന്നില്ലല്ലോ റബ്ബേ. ബാത്റൂം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും പെട്ടെന്ന് സൈന കണ്ണുകളടച്ചു. മുഖം തുടച്ചു കൊണ്ടുവന്ന മുജീബ് കാണുന്നത് മോളെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സൈനയാണ്. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഷേ, കുറെ സംസാരിക്കാനുണ്ടായിരുന്നു. സാരല്ല, സമയമുണ്ടല്ലോ. തോർത്ത് വിരിച്ചിട്ട് അവനും വന്ന് കിടന്നു. ബെഡ് ലാമ്പിന്റെ വെളിച്ചത്തിൽ ഉറങ്ങുന്ന ഉമ്മയും മോളും. എന്തു മനോഹരമായ കാഴ്ച. പൊന്നൂസിന്റെ തലയിലൊന്ന് അരുമയായി തലോടി മുജീബ്. ഒന്നുയർന്ന് മോളെ കവളിലൊരു മുത്തമേകി മുജീബ്. സൈനയുടെ മുഖത്തേക്ക് അവൻ ഒരു നിമിഷം നോക്കിയിരുന്നു. വേണ്ട, ഇപ്പൊ വേണ്ട, ചിലപ്പോ ഇഷ്ടായില്ലെങ്കിലോ. എന്നാലും എന്റെ ഭാര്യയല്ലേ, ഒരു സ്നേഹചുംബനം നൽകിയാലിപ്പോ എന്താ? വേണോ വേണ്ടേ? എന്താ പ്രതി? വേണ്ട, ചിലപ്പോ ഈ അടുപ്പവും ഇല്ലാതാവും.
ചെരിഞ്ഞു കിടന്നവൻ മോളെയും കൂടെ സൈനയും ചേർത്ത് പിടിച്ചു. അവന്റെ വലത് കൈ തന്റെ ദേഹത്തേക്ക് വെച്ചതും അവൾ വരച്ചുപോയി. അത് മുജീബ് പറഞ്ഞു. അത് ശരി, ഉറങ്ങല്ലേ, ഉറക്ക നടിക്കാണല്ലേ കള്ളത്തി, മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ അവരെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തു. സൈനയുടെ നെഞ്ചിടിപ്പേറി. എന്റെ റബ്ബേ, അവൾ അനങ്ങാതെ കിടന്നു. അല്പനേരം കഴിഞ്ഞു. ആളുറങ്ങിയെന്ന് തോന്നുന്നു. സൈന ആശ്വാസത്തോടെ പതിയെ മിഴികൾ തുറന്നതും തന്നെ തന്നെ നോക്കുന്ന 2 മിഴികൾ. അവൾ നോക്കിയതും ഇരുപുരികളും ഉയർത്തിയവൻ കണ്ണു ചുരുക്കി. എന്റെ അല്ലോ എന്ന് പറയലും പുതപ്പൊന്നാകെയിട്ട് തന്റെ മുഖം മൂടലും കഴിഞ്ഞു. അവളുടെ കട്ടായം കണ്ടവൻ പൊട്ടിച്ചിരിച്ചു. മനോഹരമായൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിലും വിരിഞ്ഞു. നാളുകൾക്ക് ശേഷം മനസമാധാനത്തോടെ അവരന്നുറങ്ങി. പിറ്റേന്ന് സ്കൂളിൽ ലീവാണ്. ഒന്ന് പുറത്തു പോവാൻ പ്ലാനിട്ടു. ഉമ്മയെ ഒത്തിരി നിർബന്ധിച്ചെങ്കിലും അവരൊഴിഞ്ഞു മാറി. മകനും മരുമകളും തമ്മിൽ അടുക്കാനായി ആ ഉമ്മ മനഃപൂർവ്വം ഒഴിഞ്ഞതായിരുന്നു. മകന്റെ ജീവിതത്തിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുന്ന ഒരു മൂരാച്ചി അമ്മായിമയാകാൻ ആ ഉമ്മ ആഗ്രഹിച്ചില്ല. സ്നേഹം പങ്കുവെക്കുമ്പോ കൂടുകയല്ലേ, എങ്ങനെ കുറയും അല്ലേ? അങ്ങനെ ഓരോന്നാലിച്ച് അവർ തമ്മിൽ ഒന്നുകൂടി അടുക്കാൻ, പരസ്പരം മനസ്സിലാക്കാൻ ഈ ഒരുമിച്ചുള്ള യാത്ര സഹായിക്കും. ഉമ്മക്ക് കൂട്ടായി ഇളയമയെ വിളിച്ചാക്കിയാണ് അവർ രണ്ടുപേരും ഇറങ്ങിയത്. കാറിൽ തനിക്കരികിൽ മോളെയും മടിയിലിരുത്തി പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് സൈന. നല്ല സന്തോഷം തോന്നുന്നു, ഒരു കുളിർമ. ഇതൊന്നും ജീവിതത്തിൽ പ്രതീക്ഷിച്ചല്ല. അൽഹംദുലില്ലാ, അവൻ നാഥനെ സ്തുതിച്ചു. നേരെ അവർ പോയത് ബീച്ചിലേക്കാണ്. അസ്തമയ സൂര്യൻ, മനോഹരമായൊരു ഛായാചിത്രം, മാനം ചെഞ്ചായം പൂശിയ സുന്ദര കാഴ്ച. എത്ര കണ്ടാലും മടുക്കാത്ത കടൽ, അലയടിക്കുന്ന തിരമാലകൾ. പൊന്നൂസിന്റെ കാല് നനച്ചു കൊടുത്തു സൈന. തിരമാലകൾക്കനുസരിച്ച് ഇറങ്ങിയും കയറിയും കളിച്ചവർ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സൈനയുടെ അടുത്തേക്ക് ഓടി പൊന്നൂസ്. ഉമ്മയും മകളും എല്ലാം മറന്ന് കളിക്കാണ്. മുജീബ മനോഹര ദൃശ്യം ഫോണിൽ പകർത്തി. ചുവന്ന വാനവും നീലക്കടലും തന്റെ പെണ്ണും കുഞ്ഞും. നല്ലൊരു ദിവസമായിരുന്നു അന്ന്. മനോഹരമായ സായാഹ്നം ഓർമ്മകളുടെ കൂട്ടിലേക്ക് ഒരിക്കലും മാഞ്ഞു പോകാത്ത വണ്ണം ചേർത്ത് വെച്ചവർ. കരിപിടിച്ച വേദനിക്കുന്ന ഓർമ്മകളെ മായ്ക്കാനുള്ളൊരു ശ്രമം. ഏറെക്കുറെ മനുഷ്യരതിൽ വിജയിക്കും. ചില സന്ദർഭങ്ങളിൽ മുറിവിൽ നിന്നും രക്തം പൊടിയുമ്പോൾ കഴിഞ്ഞ കാലം കുത്തി നോവിച്ചാലും അതിനു മുകളിൽ സ്നേഹത്തിന്റെ മരുന്ന് പുരട്ടിത്തരും പ്രിയപ്പെട്ടവർ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ സൈനയുടെ മടിയിൽ കിടന്നുറങ്ങി മോള്. വീട്ടിലെത്തി മോളെ ഉണർത്തി ഫ്രഷാക്കി ഭക്ഷണം കൊടുത്തു ഉറക്കി. സൈനക്ക് വയറ്റിനൊരു വേദന പോലെ തോന്നി. ഒരൽപ്പം കിടന്നപ്പോ ആശ്വാസം തോന്നി. എന്താപ്പോ ഇങ്ങനെ ഒരു വയറുവേദന? ഈ ഇടയായി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അവൾ ആലോചനയോടെ കിടക്കുമ്പോഴാണ് മുജീബ് കയറി വന്നത്. എന്താണ് എന്റെ ഭാര്യയെ ഒരു ആലോചന? അവളുടെ താടി പിടിച്ചൊന്നാട്ടി അവൻ. ചുമലുകൾ ഇളക്കി കണ്ണ് ചിമ്മി അവൾ. അതേ, വാ ഒന്ന് തുറന്നേ. അവന്റെ പറച്ചിലിൽ അവൾ അന്തം വിട്ടു. എന്തിനാ? ഒന്നുമില്ല, വാ തുറക്കാദ്യം. അവള് പതിയെ വാ തുറന്നു. മുജീബ് പറഞ്ഞു, നാവ് നീട്ട്. ഇതെന്താ ഡോക്ടർമാരെ പോലെ നാവൊക്കെ നീട്ടാൻ പറയുന്നേ? മനസ്സിൽ പറഞ്ഞവൾ നാവ് നീട്ടി. ഈ സാധനം എന്തിനാന്നറിയോ സൈന? സംസാരിക്കാനുള്ളതാ. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നവനെ കണ്ണ് ഓർപ്പിച്ച് നോക്കിയിരുന്നു സൈന. അപ്പോ ഇനി നല്ല മണിമണിയായി ഉത്തരം പറയണട്ടോ. അവളുടെ വീർത്ത കവളിലേക്ക് ഒരു കുത്തു കൊടുത്തവൻ. വിരലുകളിൽ പരസ്പരം വിരൽ കോർത്ത് തുടിക്കുന്ന നെഞ്ചുമായവർ.
എന്റെ കഴിഞ്ഞ കാലം അറിയണ്ടേ? പതിയെ ചോദിച്ചു മുജീബ്. എന്ന മോളിൽ ചുമലുകൾ ഇളക്കി പറഞ്ഞതും പെട്ടെന്നെന്തോ ഓർത്തപ്പോൾ നാവ് കടിച്ചു. വേണ്ട വേണ്ട മുജീബ് കാ, ഉമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ കാര്യത്തിലെ വിഷമുള്ളൂ, മനസ്സിൽ മറ്റൊരാൾ വെച്ചെന്നെ ചതിച്ചത്. അത് ഓർക്കുമ്പോ പിന്നെ എന്റെ പൊന്നൂസിനെ. ദേഷ്യവും സങ്കടവും കൊണ്ടവന്റെ മുഖം വലിഞ്ഞു മുറുകി. സേന ഒന്ന് ഭയന്നു. പഴയ ഓർമ്മകളിലേക്ക് കൂപ്പുകുത്തുന്നവന്റെ കൈകളിൽ അവൾ അമർത്തി പതിയെ. പെട്ടെന്ന് മുജീബ് അവളെ അടക്കി പിടിച്ചു. ആ നീക്കത്തിൽ സേന വിറച്ചുപോയി. സേനയുടെ തോളിൽ അവൻ മുഖമമർത്തി. കണ്ണീരിറ്റി വീഴുന്നതറിഞ്ഞ് ആണുങ്ങൾ ഇങ്ങനെ കരയോ? അവൾ കരയില്ല. ആണുങ്ങൾ കരയുന്നത് അവൾ കണ്ടിട്ടില്ല. മുജീബ് തുടർന്നു. എന്റെ പൊന്നുനെ കൊല്ലാൻ നിന്നവളാ. ഇടക്കവൻ ഇടർച്ചയോടെ പറയുന്നുണ്ട്. സേനക്ക് നെഞ്ചു വല്ലാതെ നൊന്തു. സ്വന്തം കുഞ്ഞിനെ എങ്ങനെ കൊല്ലാൻ കഴിയും ഒരു ഉമ്മാക്ക്? അതും ഉദരത്തില് 4 മാസത്തോളം ആയൊരു ജീവനെ. ഉമ്മ എന്ന് പറഞ്ഞപ്പോ ഞെട്ടലാണ് തോന്നിയത്. സേന പതിയെ മുജീബിന്റെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. അവൾക്ക് അവനോട് വാത്സല്യം തോന്നി. ആ മിഴിനീരൊപ്പാൻ തോന്നി. സാരല്ലെന്ന് പറയാൻ തോന്നി. നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടക്കാൻ മറന്നു രണ്ടാളും. ഭൂതകാലത്തിന്റെ വീഴ്പ്പുവാണ്ടം ഇനിയും ചുമക്കാൻ വയ്യ. എല്ലാം തീരട്ടെ, ഈ കണ്ണീരിലൂടെ ഒഴുകിപ്പോട്ടെ. അന്ന് മുജീബ് ഉറങ്ങിയിട്ടാണ് സേന ഉറങ്ങിയത്. മുജീബ് ഉറങ്ങുന്നതും നോക്കി സേന കടന്നു. സേന ചതിക്കപ്പെട്ടു എന്നറിയുമ്പോഴുണ്ടല്ലോ, നമ്മുടെ നെഞ്ചില് ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അടി കിട്ടിയ പോലെയാ. ചങ്കിൽ എന്തോ ഒന്ന് വന്നിരിക്കുന്ന പോലെ തോന്നും. അവന്റെ വാക്കുകൾ ഓർത്തവൾ. എന്റെ പൊന്നോന് മുലപ്പാൽ പോലും നിഷേധിച്ചവൾ. ഇഷ്ടക്കാരനോടൊപ്പം പോയപ്പോ ഞാൻ, എന്റെ ഉമ്മ, വിശന്ന് കരഞ്ഞ് കരഞ്ഞ് എന്റെ മോള്. ബാക്കി പറയാനാവാതെ കിതക്കുന്ന മുജീബിനെ തന്നോടണക്കാൻ അവളും കൊതിച്ചു. ഒരാണ് പെണ്ണിനെ ഉപേക്ഷിച്ചു പോയാൽ എല്ലാവർക്കും സഹതാപമായിരിക്കും. ആരും അവളെ കുറ്റപ്പെടുത്തൂല. പക്ഷേ ഒരു പെണ്ണാണ് അവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചതെങ്കിൽ അവന്റെ അവസ്ഥ നാട്ടുകാർ പറയും, കഴിവ് കെട്ടവനായ പെണ്ണിനെ നോക്കാൻ അറിയാത്ത പോങ്ങൻ. നിനക്കറിയോ സേന, എന്റെ കുഞ്ഞിന് വേണ്ടിയെല്ലാം ക്ഷമിക്കാൻ തയ്യാറായിരുന്നു ഞാൻ. പക്ഷേ അവൾക്ക് അതൊന്നൊരു പ്രശ്നമല്ലായിരുന്നു. അവളുടെ ഉമ്മയും ഉപ്പയും വരെ അവളോട് കെഞ്ചിയിട്ടുണ്ട്. ആ ഉമ്മയും ഉപ്പയും നീ കണ്ടിട്ടില്ലല്ലോ സേന, അത്രയും പാവങ്ങളാ. എന്നെ അവര് ഇന്ന് വരെയും സ്വന്തം മോനെ പോലെയാ കണ്ടിട്ടുള്ളൂ. മോളെയും കൊണ്ട് ഇടയ്ക്ക് അവരെ കാണാൻ പോകാറുണ്ട് ഞാൻ. സേനയുടെ മടിയിൽ തലവെച്ചവൻ കിടന്നു. അവൾക്കപ്പോൾ ഒരു വിറയലും തോന്നിയില്ല. ദുഃഖഭാരം ഇറക്കി വെക്കുന്നൊരു കുഞ്ഞിനെ പോലെ തോന്നി. അവന്റെ തലമുടിയിൽ പതിയെ വിരൽ കോർത്തു സേന. പെയ്തൊഴിഞ്ഞ മാനം പോലെ ശാന്തമായ അവന്റെ ഉള്ളം. അവളുടെ തലോടലിൽ പതിയെ മിഴികൾ അടഞ്ഞു. കൊച്ചു കുഞ്ഞിനെ പോലെ ഉറങ്ങുന്നവൻ. സ്നേഹത്തിന്റെ പേരിൽ ചതിക്കപ്പെട്ടൊരു മനുഷ്യൻ. അവന്റെ നെറ്റിയിൽ അരുമയായി മുത്തി സേന. അങ്ങനെ അവർ രണ്ടുപേരും ഉറങ്ങി. പുലർച്ചെ തേജുദിന് എഴുന്നേറ്റപ്പോഴും സേനക്ക് വയറുവേദന വന്നു. ചുരുണ്ടു കീടി കിടക്കുമ്പോ ഒരാശ്വാസം. അലാറം കേട്ട് ഉണർന്ന മുജീബ് കമിഴ്ന്ന് കിടക്കുന്ന സേനയാണ് കണ്ടത്. ഇതെന്ത് പറ്റി? തന്നേക്കാൾ നേരത്തെ ഉണരുന്നതാണല്ലോ സേന. എന്തേ വയ്യേ? എഴുന്നേൽക്കുന്നില്ലേ? ചുരുണ്ടു കിടക്കുന്നവൾ കണ്ടവൻ പതിയെ തട്ടി വിളിച്ചു. ഒന്നുമില്ല, ചെറിയൊരു വയറുവേദന. അതെന്തേപ്പോ? ഒട്ടും വയ്യേ? ഹോസ്പിറ്റലിൽ പോകാം. ഇല്ല, കുഴപ്പമില്ല മുജീബ് കാ, മാറിക്കോളും. അവന് വേഗം അടുക്കളയിലെത്തി
ഫ്ലാസ്കിൽ നിന്നും ചൂടുവെള്ളം ഗ്ലാസ്സിലേക്ക് പകർത്തി മുറിയിലെത്തിയപ്പോൾ സൈന എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ദാ ഈ ചൂടുവെള്ളം കുടിച്ചോക്ക്. അവൾക്കരികിലിരുന്ന് ഇടത് കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് വലത് കൈയിൽ ഗ്ലാസുമെടുത്ത് അവളുടെ ചുണ്ടോട് അടുപ്പിച്ചു കൊടുത്തു. പതിയെ വെള്ളം കുടിക്കുന്നവളെ തന്നിലേക്കൊന്ന് കൂട്ടിച്ചേർത്തു മുജീബ്. നമുക്കേ ഹോസ്പിറ്റലിൽ പോകാം. എഴുന്നേറ്റ് അവന്റെ കയ്യിൽ പിടിച്ചു സൈന. വേണ്ട, ഇപ്പൊ മാറി. ശരിക്കും മാറിയോ? ആ മുജീബ്ക്ക, ശരിക്കും മാറി. ഞാനേ നിസ്കരിക്കട്ടെ. എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി സൈന. ഫ്രഷായി ഉദു എടുത്തു വന്ന് നിസ്കാരപ്പായി വിരിച്ചു. തഹജ്ജുദ് നിസ്കരിക്കാനായി നിൽക്കുമ്പോഴേക്കും മുജീബും ഉദു എടുത്തു വന്നു. നമുക്കിന്ന് ഒന്നിച്ച് നിസ്കരിക്കാം. അവന് പറയുന്നത് കേട്ടവളുടെ മുഖം വിടർന്നു. അൽഹംദുലില്ലാ, എത്രമാത്രം സ്വപ്നം കണ്ടൊരു കാര്യം. തന്റെ ഇണയോടൊത്ത് നിസ്കരിക്കുന്നത്. മുജീബ് ഇമാമായി നിന്നു. സൈന പിറകില്. നാദിനു മുമ്പേ അവർ സുജൂദ് ചെയ്തു. നിസ്കാര ശേഷം ദുആ ചെയ്തിരിക്കുമ്പോൾ സുഹൈ ബാങ്കിന്റെ മധുരധ്വനികൾ കേട്ടവൻ എഴുന്നേറ്റു. പൊന്നൂസിനെ ഒന്ന് തലോടി. ഞാനെന്നാ പള്ളിയിൽ പോയി വരാം. മുസല്ലമടക്കി വെച്ചു മുജീബ്. റൂമിന് പുറത്തിറങ്ങി ഉമ്മയുടെ റൂമിലേക്കൊന്ന് നോക്കി. ഉമ്മ നിസ്കാരപ്പായിലാണ്. ഉമ്മ, ഞാൻ പോവാട്ടോ. മുജീബിന്റെ ശബ്ദം കേട്ട് ആ ഉമ്മ തിരിഞ്ഞു നോക്കി. മകനും അവന് പിറകില് സൈനയും. ആ കാഴ്ച കണ്ട് ആ ഉമ്മയുടെ മനം കുളിർന്നു. സിറ്റ് ഔട്ടിൽ ഇറങ്ങി സൈനയെ നോക്കി അവൻ പുഞ്ചിരിയോടെ തലയാട്ടി. മനോഹരമായൊരു പുഞ്ചിരി അവളുടെ ചൊടിയിലും വിരിഞ്ഞു. മുറ്റം കടന്നവൻ പോകുന്നത് നോക്കി വാതിൽ പടിയിൽ സൈന ചാരി നിന്നു. ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ തിരിഞ്ഞു നോക്കി. അരണ്ട വെളിച്ചത്തിൽ മനോഹരമായൊരു ചിത്രം പോലെ സൈന, തന്റെ സൈന. എന്തിനോ കണ്ണുകൾ നിറഞ്ഞു. വീണ്ടും വീണ്ടും അവൻ നാദിനെ സ്തുതിച്ചു. കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസം കേൾക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.